സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം തോന്നുന്നത്. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേതെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയി ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പക്ക് സത്യമായിട്ടുമ്പോളെ MP സാറ്, ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ, ഇവിടുത്തെ എല്ലാ ചാനലുകളും, പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ, പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോഴെല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന് അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ഉണ്ടാവുക, ഇനി അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മകൻ ഇനി ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലെന്ന് നെഞ്ചുപൊട്ടി പറഞ്ഞത് ഒരു അമ്മയാണ്. ഒരു മനുഷ്യജീവന് ഇത്ര വിലയേ ഉള്ളോ എന്ന് ആ അമ്മ ചോദിച്ചത് കർണാടകത്തിലെയും രാജ്യത്തെയും ഭരണകൂടത്തോടാണ്. കന്നഡ നാട്ടിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു. ദുരന്തമുഖങ്ങളിൽ എത്ര പരാജയമാണ് ഈ ഭരണകൂടങ്ങൾ. ശതകോടീശ്വരന്മാർക്കും ഖനിരാജാക്കന്മാർക്കും ഓശാന പാടുന്ന ഭരണകർത്താക്കൾക്ക് എവിടെ ഒരു മനുഷ്യജീവന് വേണ്ടി മെനക്കെടാൻ നേരം? സംശയമേതുമില്ലാതെ ആവർത്തിച്ചു പറയുക തന്നെ ചെയ്യാം, കേരളത്തിലായിരുന്നു ഇത്തരമൊരു അപകടമുണ്ടായതെങ്കിൽ നമുക്കിടയിൽ പുഞ്ചിരിയോടെ അർജുൻ ഉണ്ടാകുമായിരുന്നു. ഭരണകൂടം തീർത്ത അനാസ്ഥയുടെ ആഴത്തിലെവിടെയോ അർജുനുണ്ട്. ഓരോ റഡാർ സിഗ്നലും ആശ്വാസത്തിന്റെ സന്ദേശമാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 3.5 കോടി ജനതയുണ്ട്. അർജുനെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ പലയിടങ്ങളിൽ നിന്ന് ഷിരൂരിലേക്ക് ഓടിയെത്തിയവർക്കറിയാം ആർക്കാണ് പിഴച്ചതെന്ന്. ഷിരൂരിലെ അനാസ്ഥയുടെ ആഴമെന്തെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്, ലോറി ഉടമ പ്രതിനിധി KJ സ്റ്റാലിൻ, ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് 7 ദിവസത്തെ തെരച്ചിലിനൊടുവിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ ചർച്ച തുടങ്ങി വെക്കുന്ന സമയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈന്യം പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങി എന്നുള്ളതാണ്. വളരെ ചുരുക്കി, എന്താണ് ഈ 7-ാം ദിവസത്തിൻ്റെ അവസാനം സമയങ്ങളിൽ നടന്നത്? അർജുനെക്കുറിച്ച് എന്തെങ്കിലും, അർജുനൻ എവിടെയാണ്, അർജുനും അർജുൻ്റെ ലോറിയും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ? സിജു, പ്രതീക്ഷയുടെ മറ്റൊരു പകൽ കൂടിയാണ് അസ്തമിച്ചത്. ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയ്ക്ക് കൂടിയാണ് ഇന്ന് മങ്ങലേറ്റത്. ഇന്ന് രാവിലെ മുതൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ശുഭസൂചനകൾക്കായി കാത്തുനിന്നത്. കാരണം സൈന്യം പൂർണ്ണ സജ്ജമായി ഇന്ന് തിരച്ചിൽ ആരംഭിച്ചു രാവിലെ. ഒപ്പം തന്നെ റഡാറുകളും അതോടൊപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഏതാണ്ട് 11:40 ഒരു ലോഹ സാന്നിധ്യം ഈ മെറ്റൽ ഡിറ്റക്ടർ കണ്ടുപിടിക്കുകയും അത് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുകയും ചെയ്തു. എന്നാൽ അവിടെ മണ്ണുമാറ്റിയുള്ള പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 സ്ഥലത്തുകൂടി സമാനമായ രീതിയിലുള്ള സിഗ്നലുകൾ ലഭിച്ചു. 2 സ്ഥലത്തും മണ്ണുമാറ്റി പരിശോധന നടത്തി. അങ്ങനെ 3 സ്ഥലത്തും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 സ്ഥലം ഈ മണ്ണിടിഞ്ഞ ഭാഗത്തും 1 നദിയോട് ചേർന്നുള്ള മറുഭാഗത്തുമായിരുന്നു. അവിടെ എല്ലാം മണ്ണുമാറ്റി പരിശോധിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവും അടിവരയിട്ട് പറയുകയാണ്, ഇനി ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ലോറി ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് നാളെ മുതൽക്കുള്ള പരിശോധന ഗംഗാവാലി നദിയിലായിരിക്കും. കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി നദിയിൽ തിരച്ചിൽ നടത്തും എന്നുള്ളതാണ് ഈ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം. സൈന്യവും അവരുടെ കരയിൽ ലോറിയില്ല എന്ന് ഉറപ്പിച്ച് ഏതാണ്ട് ഇന്ന് മടങ്ങും എന്നുള്ള സൂചന തന്നെയാണ് ഉള്ളത്. കാർവാർ MLA അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘം രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ആർമിയുടെ തിരച്ചിലും ഒരു തൃപ്തി പ്രകടിപ്പിച്ചില്ല. രഞ്ജിത്ത് പ്രതികരിച്ചത് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്, സംവിധാനങ്ങൾ കുറവായിരുന്നു, ഈ റഡാർ സംവിധാനവും പൂർണ്ണ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല, ഇനിയും അവിടെ മണ്ണ് മാറ്റാൻ ബാക്കിയുണ്ട്, അത് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് രഞ്ജിത്ത് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഏതായാലും
നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇനി ഇവിടെ മണ്ണുമാറ്റിയുള്ള ഒരു തിരച്ചിലിനുള്ള സാധ്യതയില്ല. നദിയിലേക്ക് ഗംഗാവാലി നദിയുടെ തീരത്തും അതിൻ്റെ മണ്ണടിഞ്ഞ ഭാഗത്തേക്കുമായിരിക്കും തിരച്ചിൽ ഉണ്ടാവുക. അത്തരത്തിൽ നാളെ കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ട് തിരച്ചിൽ ആരംഭിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ചർച്ച ഇവിടെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് നമുക്കൊപ്പം ചേർന്നുണ്ട്. ഹേമന്ത് രാജ്, ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. ഈ സൈന്യം അവിടെ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അവിടെ അന്വേഷണത്തിന് പരിശോധനയ്ക്ക് എത്തേണ്ടിയിരുന്നത് എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് പലരും അവിടെ ഉന്നയിക്കുന്നു എന്നാണ് സന്തോഷ് പറയുകയും ചെയ്തത്. ഇന്നലെ വരെയും ഈ സൈന്യം എത്തുന്നത് വരെയും വലിയ പ്രതീക്ഷകളായിരുന്നു. സൈന്യം എത്തിക്കഴിഞ്ഞാൽ അർജുനെ രക്ഷപ്പെടുത്തുമെന്ന തരത്തിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ സൈന്യം പ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. നമ്മുടെ സേന എത്രത്തോളം സജ്ജമാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ കൃത്യമായി പെരുമാറാൻ? ഇന്ന് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, ഈ ഡീപ്പ് സെർച്ച് ഡിറ്റക്ടർ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സേനയ്ക്കുണ്ടോ? എന്താണ് അവിടെ സേനയ്ക്ക് ഇത്തരം ഇന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നതിന്റെ കാരണമായി താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സേനയ്ക്ക് എല്ലാവിധ ഉപകരണങ്ങളും ഉണ്ട്. അവിടെ വേണ്ടിയിരുന്ന ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് സേന വന്ന് സെർച്ച് നടത്തിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ ഇതിൽ വളരെയധികം ഇടപെട്ടൊരു വ്യക്തി, ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം മുതലേ ഞാൻ മോണിറ്റർ ചെയ്തിരുന്നു. അതിൽ സേനയ്ക്ക് അവിടെ കൊടുത്തിരുന്ന ടാസ്ക് ആ മണ്ണിനടിയിൽ അവരുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതായിരുന്നു കൃത്യമായിട്ട് കൊടുത്തിരുന്ന ടാസ്ക്. അതിനുവേണ്ടിയാണ് അവരവിടെ എത്തിയതും. അത് അവർ നോക്കുകയും ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നോക്കി മണ്ണിനടിയിൽ സേന ഉറപ്പുവരുത്തി അതിൻ്റെ അകത്ത് അങ്ങനെ ലോറി ഇല്ല എന്നുള്ളതും. അതുപോലെ ഓരോ ടാസ്കിനും ഡിഫൻസിൽ ഓരോ സ്പെഷ്യൽ വിഭാഗമാണ് വരുന്നത്. ഇനിയിപ്പം നദിയിലേക്ക് വരുമ്പോൾ ഡിഫൻസിന്റെ നേവിയുടെ വിങ്ങും വെള്ളത്തിൽ സെർച്ച് ചെയ്യുന്ന ടീംസും ആയിരിക്കും വരുന്നത്. സേന സെർച്ച് നടത്തിയില്ല. ഇന്ന് വന്ന ആ ടീം അവർക്ക് കൊടുത്ത ടാസ്ക് പൂർത്തിയാക്കി അവർ തിരിച്ചു പോകുന്നു. ഇനിയിപ്പം അടുത്ത എന്താണോ ടാസ്ക് ഉള്ളത് അതിനനുസരിച്ചുള്ള അടുത്ത ടീം വന്ന് അടുത്ത ടാസ്ക് നോക്കും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ഹേമന്ത് രാജ്, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ പലവിധമുണ്ട്. അതിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മാക്രോ ഡീപ് ഹണ്ടർ 3D Pro എന്ന് പറയുന്നത് ഉൾപ്പെടെ DTEC SSP 5100 അത് 26.25 അടി വരെ പരതാൻ കഴിയുന്ന തരത്തിൽ അങ്ങനെ വളരെ വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഈ റഡാറുകൾ ഈ ഡിറ്റക്ടറുകളുണ്ട്. ഇതിൽ ഏത് സംവിധാനമാണ് നമ്മളവിടെ ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും എനിക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ആ സ്ഥലത്തില്ല. ഞങ്ങളുടെ ഓരോ ഡിറ്റക്ടേഴ്സിനും ഓരോ രീതിയിൽ സ്പെസിഫിക് ടാസ്കുകളുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ ടീമിന്റെ അടുത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് ഇത്ര അടിയുള്ള ഒരു മണ്ണിനടിയിൽ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റുമായിട്ടാണ് വന്നത്. അവരോട് നോക്കി സിഗ്നൽ കിട്ടി, മെറ്റൽ എവിടെയോ ഡിറ്റക്ട് ചെയ്ത് അവിടെ നോക്കി അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെതായ ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് പറഞ്ഞു തരുമായിരിക്കും. ശ്രീ ഹേമന്ത് രാജ്, ഒരു ചോദ്യം കൂടി. അതായത് താങ്കൾക്കറിയാം, കവളപ്പാറയിലും പുത്തുമലയിലും അടക്കമുള്ള കേരളത്തിലെ ദുരന്തഭോഗങ്ങളിൽ താങ്കളുടെ അടക്കം സാന്നിധ്യം നേതൃത്വമൊക്കെ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായ ഏകോപനം ഇവിടെയൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയാണ് പുത്തുമലയിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി, കർണാടകത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടായി, രണ്ടിടത്തും ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ നടക്കേണ്ടിയിരുന്നത്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ സേനയെ നേരത്തെ വിളിക്കേണ്ടതായിരുന്നോ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? സേനയെ മാത്രമല്ല, ഈ ഒരു പ്രത്യേക കേസിൽ ഞാൻ ആദ്യം മുതൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയുടെ മകനാണ് ഈ അർജുൻ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിൽ കോള് വരുന്നൊരു, എനിക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ കോള് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാനിതിൽ ആദ്യത്തെ 2 ദിവസം അവിടെയുള്ള പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവിടുന്ന് ഒരു നല്ല റെസ്പോൺസും കിട്ടിയിട്ടില്ല. അവരിതിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കവളപ്പാറയിലും പുത്തുമലയിലും ഇതുപോലെയുള്ള ബാബുവിന്റെ റിസ്കിലൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ ഇവിടുത്തെ ഒരു ഏകോപനമാണ്. അതിന് ബേസിക്കലി നല്ലൊരു ലീഡർഷിപ്പ്. അത് കൃത്യമായിട്ട് ഓരോരുത്തർക്ക് ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യുകയും ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പല രീതിയിൽ ഇപ്പം അവിടുന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പലയിടത്തും എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു, ഇന്ന ഒരു സംഭവമാണ്, അവിടെ ഇതാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തത്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു പ്ലാനിങ്ങോട് കൂടി എനിക്ക് വരാൻ പറ്റി. അത് മാത്രമല്ല, ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ തന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് മുതൽ ബാബുവിനെ രക്ഷിക്കാൻ വന്ന സമയത്ത് പോലീസിന്റെ എസ്കോർട്ടോടുകൂടി കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി തന്നു. അത് മാത്രമല്ല, എനിക്കിത് കേട്ടപ്പോൾ
ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അന്നത്തെ ഈ ഒരു പെട്ടിമുടി റെസ്ക്യൂ സമയത്ത് സമാനമായ റെസ്ക്യൂ ആയിരുന്നല്ലോ. അതിൽ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് എത്തിച്ചു തരികയും അതിന് കൃത്യമായ ഒരു വഴി ഒരുക്കുകയും ചെയ്തു. അതൊന്നും ഇവിടെ എനിക്ക് പേഴ്സണലി കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഇതിൽ ആദ്യം മുതൽ പേഴ്സണലി ഇൻവോൾവ് ആയിരുന്നു. അത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ ഹേമന്ത് രാജ്. തുടരുക. ഏതായാലും ഹേമന്ത് രാജ് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ലീഡർഷിപ്പിന്റെ അഭാവം കന്നഡയിൽ കണ്ടു, ശിരൂരിൽ കണ്ടു എന്നുള്ളതാണ്. കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലും അടക്കം അദ്ദേഹം ആവശ്യപ്പെട്ട സമയങ്ങളിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. കർണാടകത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് തന്നെയാണ് അങ്ങനെ ഒരു അഭാവം അവിടെ കണ്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടി വരുന്നയാൾ കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്ക് തന്നെയാണെന്ന് തോന്നുന്നു. വസന്ത് സിറിയക്ക്, കർണാടകത്തിൽ ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടി കോൺഗ്രസ് ആണ്. താങ്കളുടെ സംസ്ഥാനത്തെ ദേശീയ തലത്തിലുള്ള നേതാവ് KC വേണുഗോപാൽ അടക്കമുള്ളവർ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളാണ് കർണാടകത്തിൽ. ഇവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം, വലിയ തരത്തിലുള്ള വീഴ്ച ഭരണകൂടത്തിനുണ്ടായി. എങ്ങനെയാണ് ഒരു ദുരന്തമുഖത്ത് ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്, ആരെയൊക്കെ വിളിക്കണം, എങ്ങനെയൊക്കെ വിളിക്കണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യമില്ലാത്ത ഒരു സർക്കാർ ആയിരുന്നു കർണാടകത്തിൽ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഈ സംഭവം ഉണ്ടായി 4-ാം ദിവസമാണ് സംസ്ഥാനത്തെ, കേരളത്തെ നിങ്ങളുടെ ഒരു മകൻ ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തത്. എവിടെയാണ് ഈ ഭരണകൂടം? എന്താണ് കർണാടക സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരേ സമയം തന്നെ ഒരു ഭരണകൂടത്തിന്റെ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് കൂടി വ്യക്തമാക്കുന്നതാണ്. വസന്ത് സിറിയക്ക്. ശ്രീ സിജു, നമ്മളിപ്പോൾ ഈ വിഷമത്തിലാണ്. കേരളത്തിന്റെ പൊതുമനസാക്ഷി മുഴുവൻ അദ്ദേഹത്തോടൊപ്പമാണ്. അവിടെ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കേരളം രാജ്യം എപ്പോഴെങ്കിലും ദുരന്തങ്ങളിൽ പെട്ടപ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നോക്ക്, വളരെ കൃത്യമായി ഇതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുകയുണ്ടായി. ശ്രീ സിദ്ധരാമയ്യ അവിടെ നേരിട്ടെത്തുകയും അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനം ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തി വരികയാണ്. അങ്ങനെ ചോദിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുകളെ പറ്റിയാണ്. ഈ പ്രശ്നമുണ്ടായി, അത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ ശ്രദ്ധയിലേക്ക് വന്നത് 16-ാം തീയതിയും 17-ാം തീയതിയും ഒക്കെയാണ്. ആ ദിവസങ്ങളിൽ തന്നെ ശ്രീ KC വേണുഗോപാൽ വളരെ കൃത്യമായി അവിടുത്തെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ഇത് കേരളത്തിന്റെ ഒട്ടാകെ ഉള്ള ഒരു പ്രശ്നമാണ്, ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ കണ്ണീരാണ്, അതുകൊണ്ട് അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കമുള്ളവർ അവിടുത്തെ മറ്റുള്ളവരുമായി സംസാരിക്കുകയും ചെയ്തു. കോഴിക്കോട് MP ശ്രീ MK രാഘവൻ ഇപ്പോൾ നേരിട്ട് അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം തമ്പടിച്ച രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാവുകയാണ്. നോക്കൂ, ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദ്യം അവിടുത്തെ DF, അവിടുത്തെ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി, അവർ ഏറ്റവും ആദ്യം തീരുമാനിച്ചിരുന്നത് പുഴയുമായി ബന്ധപ്പെട്ട് പുഴയുടെ സൈഡിൽ അന്വേഷണം നടത്തണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു അവരുടെ കൺസെപ്റ്റും അതായിരുന്നു അവരുടെ പ്ലാൻ എയും. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് പോയവർ പലരും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എത്തിയ ചില മാധ്യമങ്ങൾ അടക്കം പറഞ്ഞു, ഇല്ല പറ്റില്ല, ഇത് മണ്ണിന്റെ അടിയിലായിരിക്കും കൂടുതലായും സാധ്യത ഉണ്ടാവുക, അതുകൊണ്ട് അവിടെ നിന്ന് ഫോൺ കോൾ റിങ് ചെയ്യുന്നുണ്ട്, അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുകൊണ്ട് മണ്ണിന്റെ അടിയിൽ സെർച്ച് ചെയ്യണമെന്ന്. ഇപ്പോൾ ഒടുക്കം പുഴയുടെ അടുത്തേക്ക് തന്നെ എത്തേണ്ടിയിരിക്കുന്നു. പുഴയിലാണ് അന്വേഷണം നടക്കേണ്ടത് എന്ന് ദിവസങ്ങൾ നമ്മളെ തെളിയിച്ചിരിക്കുന്നു. അതായത് ദുരന്ത നിവാരണ അതോറിറ്റി കർണാടകയുടെ ഏറ്റവും ആദ്യം തീരുമാനിച്ച അന്വേഷണം പ്ലാൻ എ അത് തന്നെയായിരുന്നു ശരി. അന്ന് ആ അന്വേഷണം നടന്നിരുന്നെങ്കിലോ കുറച്ചുകൂടി നമുക്ക് ഊർജിതമായി മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വസന്ത് പറഞ്ഞതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരു പ്ലാൻ, താങ്കൾ പറഞ്ഞ പോലെ പ്ലാൻ തയ്യാറാക്കുന്നത് ഒരു ഭരണകൂടം. എങ്ങനെയാണ്? കൃത്യം പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർ അവിടെ പെട്ടു എന്നുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നുണ്ടോ? എത്ര ലോറിയുണ്ട്, എത്ര മനുഷ്യർ അതിൽ പെട്ടുകിടക്കുന്നുണ്ടെന്ന് പറയാനുള്ള പ്ലാൻ ഉണ്ടോ? പ്ലാൻ എ ഇല്ല, പ്ലാൻ ബി ഇല്ല, പ്ലാൻ ഇല്ല തന്നെ. എനിക്ക് തോന്നുന്നു ഇതിന് മറുപടി പറയാൻ കഴിയുന്നത് CPM നേതാവ് VPP മുസ്തഫയ്ക്കാണ്. VPP മുസ്തഫ, ആദ്യം നമ്മളോട് സംസാരിച്ച ഹേമന്ത് രാജ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഒരു ലീഡർഷിപ്പിന്റെ അഭാവം അവിടെ ബോധ്യപ്പെട്ടു. കേരളത്തിൽ
പല ദുരന്തമുഖങ്ങളിൽ കൃത്യമായി ഇടപെടൽ, ഓരോ സമയത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യണമെന്നുള്ളത്, ഏതൊക്കെ ഉപകരണങ്ങൾ അവിടെ എത്തണമെന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അങ്ങനെ ഒരു കരുതലില്ലായ്മയും ഒരു പ്ലാനും ഇല്ലാത്ത, വസന്ത് സിരേഖ് പറഞ്ഞ പോലെ പ്ലാൻ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല, ഇസഡും ഇല്ലാത്ത ഒരു ഭരണകൂടം ആണ് കർണാടകയിൽ ഭരിക്കുന്നതെന്നാണ് ഇത്രയും ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞാൽ തന്നെ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് പ്ലാൻ മാറ്റിയെന്ന്. അതെന്ത് പ്ലാനാണെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ VP മുസ്തഫ. ഷിജു, വളരെ വളരെ സങ്കടകരമാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ദേഷ്യത്തോടു കൂടിയാണ്, ഒരുതരം അമർഷത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് അർജുനെ കാണാതായി 7 ദിവസം പൂർത്തിയാകുന്ന ഈ രാത്രിയിൽ സങ്കടമാണ്, ഉള്ളു നിറയെ വേദനയാണ്, നെഞ്ചു പൊട്ടുകയാണ്. ലോകത്തെങ്ങുമുള്ള മലയാളിയുടെ ഒരു മനോഭാവം അതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും, മലയാളിയോ കന്നഡക്കാരനോ എന്നുള്ളതല്ല, ഏത് മനുഷ്യസ്നേഹിയുടെയും പ്രശ്നം ഇന്ന് അങ്ങനെയാണ്, സങ്കടകരമായിട്ട് വരികയാണ്. എത്ര ദയനീയമാണ്, എത്ര പരിതാപകരമാണ് ഇന്നത്തേത് പോലുള്ള ഒരു കാലത്ത് കർണാടകത്തിൽ അവിടുത്തെ സർക്കാരും അതിന്റെ സംവിധാനങ്ങളും കൊണ്ടുവന്നെത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അമർഷത്തിന്റെ രോഷത്തിന്റെ കാരണം. ഇങ്ങനെ ഒരു വിഭാഗത്തോടും ഇങ്ങനെ ഒരു സംവിധാനത്തോടും ഇനി അമർഷമുണ്ടായിട്ട് എന്ത് കാര്യം, രോഷപ്പെട്ടിട്ട് എന്ത് കാര്യം? മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടി വരികയാണ്, നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ദുരന്ത വിവരം അറിഞ്ഞ സമയം തൊട്ട് കർണാടക സർക്കാരും കേരളത്തിലെ കോൺഗ്രസും എല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരൊറ്റ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാൻ, ഈ പറഞ്ഞ അപകട സ്ഥലത്തെ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാവുന്ന ഒരു കൺട്രോൾ റൂം, ആ കൺട്രോൾ റൂമിന്റെ ഇൻചാർജ് ഓഫീസർ, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഒന്ന് പറഞ്ഞു തന്നാട്ടെ, ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നിങ്ങൾ എല്ലാം ഉണ്ട് അവിടെ എന്നല്ലേ പറയുന്നത്. ഈ ദുരന്തമുഖത്ത് ഈ സംവിധാനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി കാര്യങ്ങൾ യഥാസമയം താങ്കൾ പറഞ്ഞല്ലോ പ്ലാൻ എ ഉണ്ടായിരുന്നു, അവിടുത്തെ ദുരന്ത നിവാരണ സേനയ്ക്ക് ആദ്യം ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായി രൂപപ്പെടുത്തി എന്ന് പറയുന്ന ആ കൺട്രോൾ റൂം, അതിന്റെ ഇൻചാർജ് ഓഫീസർ, അതിന്റെ ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നിങ്ങൾ അങ്ങനെ ഒന്നുപോലും പ്രാഥമികമായിട്ട് ചെയ്യുന്നതല്ലേ ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ നോക്ക്, മലപ്പുറത്ത് ഇന്നലെ ഒരു 14 വയസ്സുള്ള കുട്ടി, മറ്റൊരു സങ്കടമാണ്, നിപ്പ വന്ന് മരിച്ചുപോയി. നിങ്ങളിപ്പോ മലപ്പുറത്തെ സ്ഥിതി എന്താണ്? അവിടെ കൺട്രോൾ റൂം തുറന്നു, കോണ്ടാക്ട് നമ്പർ പരസ്യപ്പെടുത്തി, നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ഏതു സമയത്തും കാര്യങ്ങൾ അന്വേഷിക്കാം, മറുപടികൾ കിട്ടും. സംവിധാനം ഉണ്ടാക്കിയില്ലേ കേരളം? അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു രാഷ്ട്രീയവും ഒരു വിഷയത്തിലും കാണാറില്ല ഇതുപോലുള്ള ദുരന്തമുഖങ്ങളിൽ. അത് ശരിയാണ്. ഇത്തരം വിഷയങ്ങളെ കക്ഷി രാഷ്ട്രീയ വഴക്കാക്കി മാറ്റാൻ പാടില്ല. അതൊരു നാടിന്റെ ആകെ പ്രശ്നമാണ്. ഏതെങ്കിലും പാർട്ടിയുടെയോ ഭരിക്കുന്ന കക്ഷിയോ പ്രതിപക്ഷ കക്ഷിയോ അല്ല. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിന് അങ്ങനെ ഒരു ധാർമ്മികതയുണ്ടോ? ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒഴുക്കുചാലിൽപ്പെട്ടു. എന്താ നിങ്ങൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? അതിനെ കക്ഷി രാഷ്ട്രീയ വഴക്കാക്കി മാറ്റി. ആ സന്ദർഭത്തിലും ഗവൺമെന്റിനെ കുറ്റം പറയാനല്ലേ, അല്ലാതെ ആ ദുരന്തമുഖത്ത് ആദ്യം തന്നെ ഒരു ശരി പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് അത് അവിടെ നടത്തേണ്ട ഇടപെടലുകൾ നടന്നിട്ട് ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ വീഴ്ചകൾ നിങ്ങൾ പറഞ്ഞോ? പക്ഷെ നിങ്ങൾ എന്താ കാണിച്ചത്? പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഉൾപ്പെടെ ഞാനിവിടെ ഉദ്ധരിക്കണോ ജോയിയെ കാണാതായ വിഷയത്തിൽ? ഇനി ഈ വിഷയത്തിലേക്ക് അവിടെ തന്നെ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ MP ശശി തരൂർ പറഞ്ഞത് എന്താ? അവിടെ റെയിൽവേയുടെ ഭാഗത്ത് കിടക്കുന്ന ഓടയിൽ ഒരാളെ കാണാതെ പോയി, അതിൽ MP എന്ത് ചെയ്യാനാ? ഇങ്ങനെയല്ലേ ശശി തരൂർ മാധ്യമങ്ങളോട് മനസ്സിലായി. കാരണം ഇത് വസന്ത് സുരേഖിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം വസന്ത്, ഈ VP മുസ്തഫ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, ഒരു കൺട്രോൾ റൂം തുറന്നോ, എങ്ങനെയാണ് വിവരങ്ങൾ കേരളത്തെ അറിയിക്കുന്നത്? സ്വാഭാവികമായും കേരളത്തിന് മറ്റൊരു സംസ്ഥാനത്തിലെ കേരളത്തിലെ സർക്കാരിന് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. അതൊരുതരം പരിധി വിട്ടുള്ള പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ദുരന്തമുഖങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഭരണകൂടത്തിനല്ല, ഇവിടുത്തെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം. കേരളത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രളയം വന്നാലും, ഏത് മഹാമാരി വന്നാലും എങ്ങനെയാണ് ഒത്തൊരുമയോടെ നിൽക്കുന്നതെന്ന് കേരളീയർക്കറിയാം. പക്ഷേ കർണാടക സർക്കാർ അതിന് നേതൃത്വം കൊടുക്കാൻ പരാജയപ്പെട്ടു. അദ്ദേഹം VP മുസ്തഫ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു കൺട്രോൾ റൂം തുറന്നോ, ഒരു നമ്പർ ഉണ്ടോ, ഒരു ഓഫീസർ ഉണ്ടോ?
ഈ വീട്ടുകാരെ പോട്ടെ, സർക്കാരിനെ അറിയിക്കുന്നില്ല, കേരള ജനതയെ അറിയിക്കുന്നില്ല, മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല, ആ വീട്ടുകാരെങ്കിലും കൃത്യമായ വിവരങ്ങൾ അറിയിക്കുന്ന ഒരു സംവിധാനം ആ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, രണ്ട് കാര്യങ്ങൾ ശ്രീ മുസ്തഫയ്ക്ക്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ചോദിക്കുന്നത് ആ ദുരന്ത മുഖത്ത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? സതീഷ് ജാർക്കിഹോളി, കർണാടകയുടെ PWD മിനിസ്റ്ററാണ്. അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ചുമതല ഏൽപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെയാണ് കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ അടക്കമുള്ളവർ വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കേണ്ടത്. കാര്യം ആ ദുരന്ത മുഖത്ത് സർക്കാരിന് വേണ്ടി അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ കൂടിയായിട്ടുള്ള സതീഷ് ജാർക്കിഹോളിയാണ്, സംശയം വേണ്ട. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എന്താണ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പറഞ്ഞു. ആരുടെ കാര്യത്തിൽ? ജോയിയുടെ കാര്യത്തിൽ അവിടേക്ക് എത്താൻ മുഖ്യമന്ത്രി തയ്യാറായോ? അവിടെ എന്ത് കോർഡിനേഷനാണ് നടന്നത്? അത് രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം പറയുന്നു ഇവിടെ ഇപ്പൊ അർജുനെ കാണാതെ പോയിരിക്കുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ കവളപ്പാറയിൽ 4 പേരെ ഇപ്പോഴും കണ്ടുകിട്ടിട്ടില്ല. അറിയാമോ 4 പേരെ? ഇനി നിങ്ങൾ പറയുന്ന പെട്ടിമുടി അപകടമുണ്ടല്ലോ, അവിടെ 9 പേരെ ഇപ്പോഴും കാണാനുണ്ട്. ഇപ്പോഴും ഈ ചർച്ച നടക്കുന്ന സമയത്തും ശ്രീ സിജു സുഗതൻ, അങ്ങും ഞാനും ഇപ്പോൾ ഈ ചർച്ച നടത്തുന്ന ഇന്നത്തെ ദിവസം ഏതാണ്ട് സമയത്ര 8:19 വരെയും 9 പേരെ കാണാനുണ്ട് പെട്ടിമുടിയിൽ. അവിടുത്തെ അപകടത്തിൽപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സർക്കാർ? രാഷ്ട്രീയം പറയിപ്പിക്കുകയാണോ എന്നെ കൊണ്ട്? കണ്ടുപിടിച്ചോ നിങ്ങളുടെ സർക്കാർ? കവളപ്പാറയിൽ 4 പേരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ നിങ്ങളുടെ സർക്കാരിന്? അപ്പോ അങ്ങനെ രാഷ്ട്രീയം നമ്മൾ പറയാൻ പോയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. നോക്കൂ, ഇത് ലാൻഡ് സ്ലൈഡിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മണ്ണിടിഞ്ഞു വരികയാണ്. ആ മണ്ണിടിഞ്ഞു വരുന്നത് എത്രയോ ഹനയടി മണ്ണായിരിക്കും വന്ന് വീണിരിക്കുന്നത്. അല്ല, വസന്ത് ചോദിച്ച പ്രശ്നത്തിൽ ഞാനൊരു മറുപടി തരാം. താങ്കൾ എന്നോട് കൂടിയാണ് ചോദിച്ചത്. ഒരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു ഭരണകൂടം? അതിൽ കേരളം മാതൃക തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ചിലരെ കാണാതെ ഇപ്പോഴും കിട്ടാതെയുമുണ്ട്. പക്ഷേ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്? താങ്കൾ പറഞ്ഞല്ലോ ജാർക്കിഹോളിയെ ചുമതല ഏൽപ്പിച്ചു എന്നുള്ളത്. ജാർക്കിഹോളി എന്നാണ് വന്നത്? എന്നാണ് സിദ്ധരാമയ്യ അവിടെ വന്നത്? 3-ാം ദിവസം, 4-ാം ദിവസമാണ്. 3 ദിവസം വരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായി നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ അവിടെ ദേശീയപാതയിലെ മണ്ണ് നീക്കുന്ന പരിപാടിയിലായിരുന്നു. അവിടെ മനുഷ്യർ പെട്ടിട്ടുണ്ടോ? 10-15 പേർ ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട് എത്ര മനുഷ്യർ ആ മണ്ണിനടിയിലുണ്ടെന്ന്. ഇവിടെ കേരളത്തിന് കണക്കുണ്ട്. കേരളത്തിൽ ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ കണക്കുണ്ട്, ഇന്നയാളാണ് അവിടെ പോയെന്നുള്ളത്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ അത്? നിങ്ങൾ അങ്ങനെ ഒരു പ്രോട്ടോകോൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ എന്നാണ് VP മുസ്തഫ ചോദിച്ചത്. നിങ്ങളുടെ സർക്കാരിന്, നിങ്ങളുടെ പാർട്ടിക്ക്, അതാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ സിജു, ഞാൻ ചോദിക്കട്ടെ, ജോയിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ വന്നു പോലും ഇല്ലല്ലോ. ഇതിപ്പം എന്താണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ എത്തിയത് 3-ാമത്തെ ദിവസമാണ്, അല്ലെ 3.5-ാമത്തെ ദിവസമാണ്, ഇന്ന മണിക്കൂറിലാണ് എന്ന് പറയുമ്പോ ജോയിയുടെ കാര്യത്തിൽ എവിടെയാണ് പിണറായി വിജയൻ വന്നത്? അല്ല, ഞാൻ ഇതിനകത്ത് പറയുന്നത് സിദ്ധരാമയ്യ എത്തിയത് അതൊരു വിഷയമായിട്ട് ഞാൻ കണക്ക് കേൾക്കുകയല്ല. സിദ്ധരാമയ്യ എത്തിയതോ എത്താനും മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ഈ ആദ്യം നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് വസന്ത് ആദ്യം തന്നെ ഹേമന്ത് രാജ് എന്ന് പറഞ്ഞ സേനയുടെ ഭാഗമായിരുന്ന ആൾ പറയുന്നതാണ്, കൃത്യമായ ഒരു ലീഡർഷിപ്പിന്റെ അഭാവം ഈ സ്ഥലത്ത് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ? ഈ ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് ഒരാളിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ലോറി ഉടമകളുടെ പ്രതിനിധി, സംഘടനാ പ്രതിനിധിയായ KJ സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട്. ഒരുപക്ഷെ സ്റ്റാലിൻ, ഈ ചർച്ചയിലേക്ക് താങ്കൾ വളരെ വൈകിയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നും ഈ മനാഫ് എന്ന് പറയുന്ന ഉടമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ലോറി ഉടമയായ മനാഫ് അവിടെ എത്തുന്നു. ഈ രക്ഷാപ്രവർത്തനം പാളുന്നു എന്ന് കണ്ട് രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ്, അതായത് ഒരു സംവിധാനം അവിടെ പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് എത്തുകയാണ് ലോറി ഉടമകൾ. അവിടെ ചെല്ലുമ്പോൾ അവിടെ പോലീസ് ഉൾപ്പെടെ നിങ്ങൾ കയറി ഷോ കാണിക്കേണ്ട അയാളെ മർദ്ദിക്കുകയാണ്, മാധ്യമങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തന്നെ ആ കാര്യം ബോധ്യപ്പെട്ടില്ലേ? ലോറി ഉടമകൾ വളരെ താല്പര്യത്തോടു കൂടി അവിടെ ചെന്ന് ആ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ കൂടി തടയുന്ന നിലപാടിൽ അന്നത്തെ അവിടുത്തെ പോലീസും ഭരണകൂടവും കൈക്കൊണ്ട നടപടി എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, ഇതിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ഇതിനെ കുറിച്ച് പറയുമ്പോഴേ ശരിക്കും സങ്കടമാണ് കാണുന്നത്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ആള് എപ്പോഴെങ്കിലും ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയോ ആ മേഖല എന്താണെന്നറിയോ? ഞാനൊക്കെ ആ വഴി കൂടെ നിരന്തരം വണ്ടി ഓടിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ വണ്ടികൾ ഇപ്പോഴും പോണ ആളാണ്. ഇവിടെ ഇപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പൊട്ടിമുടി ദുരന്തം, കവളപ്പാറ ദുരന്തം, ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതൊരു നാഷണൽ ഹൈവേയുടെ തീരത്ത്, ആ നാഷണൽ ഹൈവേ പണിത് തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ്. വളരെ കുത്തന രീതിയിൽ മണ്ണിടിച്ച് നാഷണൽ ഹൈവേ പണിത് അത് വലിയ അപകടം ഉണ്ടാക്കുന്ന അന്ന് തന്നെ അവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ചരക്ക് വാഹനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിർത്തിയിടാനായിട്ട് വലിയ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല.
കർണാടകയിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുന്താപുര കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നില്ലേ നമ്മളുടെ ഈ ലോറിക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്. മുമ്പൊക്കെ ഇതിനേക്കാളും വലിയ ആക്സിഡന്റുകൾ അവിടെ നടക്കുമ്പോഴേ അവിടുത്തെ പോലീസ് ചെയ്യുന്ന പണി മരിച്ചോന്ന് ഉറപ്പാക്കിയിട്ട് എവിടേക്കെങ്കിലും തട്ടിക്കളയലാണ്. ഇത് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയണത്. ഈ കേരളത്തിൽ നമ്മൾ കണ്ടുപരിചയിച്ച കുറേ രക്ഷാപ്രവർത്തനങ്ങളും കുറേ സർക്കാർ ഇടപെടലുകളൊക്കെ ഉണ്ട്. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ഈ പ്രത്യേകിച്ച് ഉത്തര കന്നഡ മേഖലയിൽ അവിടെ ഒന്നും ഒരു സർക്കാരിന് ഒരു സംവിധാനമില്ല. ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് വണ്ടികൾ ഒരു ദിവസം കടന്നു പോണ ഒരു പ്രധാന ദേശീയ പാത 8 ദിവസമായിട്ട്, അതായത് ബോംബെ, പൂനെ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് തന്നെ വരുന്ന മംഗലാപുരം പോലുള്ള വലിയ ടൗണുകൾക്ക് കണക്ടിവിറ്റിയുള്ള ഒരു ദേശീയ പാത നിങ്ങൾ പറഞ്ഞ പോലെ വലിയൊരു മണ്ണിടിച്ചിലൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ പോയി വന്നതാ. ഇതൊക്കെ വെറുതെ ഇരുന്ന് പറയണം. അവർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ അവർ പറയണത് എന്താ, ഞങ്ങളുടെ കയ്യിൽ പ്ലാൻ ആയതുകൊണ്ട് ഒന്നും വേണ്ട. ഇവിടെ കേരള സർക്കാർ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ട് ഇതിന് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ കർണാടക ഗവൺമെന്റായിട്ട് ബന്ധപ്പെടുന്നത്. അതിന് ശേഷമാണ് കുറച്ചെങ്കിലൊക്കെ വ്യത്യാസം വരുന്നത് തോന്നിയത്. പക്ഷെ ഇന്നും കൂടി കിട്ടുന്നത് എന്താ, എൻ്റെ തൊഴിലാളി, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി, അല്ലെങ്കിൽ മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഉടമയുടെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തൊഴിലാളി, അവനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവനെ തല്ല. അത് കഴിഞ്ഞ് വേറൊരു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു വിദഗ്ധൻ അവിടെ ചെന്നിട്ടുണ്ട്. അദ്ദേഹം പണിയെടുക്കുമ്പോൾ അവനെ തല്ല. എന്നിട്ട് ഇവിടെ ഒരു നാണമില്ലാണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് ഞങ്ങൾക്ക് പലവിധ പ്ലാനുണ്ടെന്ന്. നിങ്ങൾക്കൊരു പ്ലാനും ഇല്ല. കേരളത്തിലെ ചരക്ക് വാഹന ഉടമകളുടെയും തൊഴിലാളികളുടെയും യഥാർത്ഥ ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വരുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടും. ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകി വിജയിച്ച വയനാട് MP ഒരാളുണ്ട്, രാഹുൽ ഗാന്ധി. ഈ വയനാടാണ് ഏറ്റവും കൂടുതൽ ചരക്ക് വാഹന ഉടമകളും തൊഴിലാളികളും ഉള്ളത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വാഹനങ്ങളായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് വയനാട്ടിലെ ലോറിക്കാര്. നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ചരക്ക് വാഹനങ്ങളുടെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ചരക്ക് വാഹന ഉടമകളുടെയും തൊഴിലാളികളുടെയും ക്ഷമ പരീക്ഷിക്കുകയാണ്. ആ ക്ഷമയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണ് നിങ്ങൾ കാണാൻ പോകണമെന്നുള്ളത് നിങ്ങൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കാണും. ഞാനിപ്പോൾ ഇത്ര പറയാനുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ആ കേണൽ പറഞ്ഞു എന്താണ് വ്യത്യാസം എന്നുള്ളത്. നിങ്ങൾക്ക് അറിയോ, ഇവിടെയൊക്കെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് 3 ദിവസം 4 ദിവസം വരെ 2 JCB വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ. അല്ലാണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന കുംട്ടയിലെ ഫയർഫോഴ്സ് സംവിധാനം ഉണ്ട്. അതിന്റെ ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് സിർസിയില് ഫയർഫോഴ്സ് ഓഫീസുകളുണ്ട്. അങ്കോള വലിയൊരു ടൗണാണ്. ഈ 3 സ്ഥലത്തുനിന്ന് ഇവിടേക്ക് എത്താനായിട്ട് ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. ഈ 30-40 കിലോമീറ്റർ വന്നിട്ട് അവിടെ നിന്ന് ഈ മണ്ണ് നീക്കാനായിട്ട് ഒരു 2 ദിവസം ഇവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ പുഴയിൽ തപ്പാൻ പോയി. പിന്നെ നിങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ട് മണ്ണിൽ തപ്പി. നാണാവില്ലേ ഇവർക്ക് ഇത് പറയാനായിട്ട്? ഈ രാജ്യത്ത് കേരളത്തിൽ മാത്രം 3 ലക്ഷത്തിലധികം ചരക്ക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം തൊഴിലാളികൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിൽ ഇടപെടും. എന്തിടപെട്ടു? നിങ്ങൾക്കൊന്നും കർണാടകയിലെ യഥാർത്ഥ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളൊക്കെ അതിലൂടെ പോകുന്ന ആൾക്കാരാണ്. ഈ കേരളം വിട്ട് ഇനി ഏറ്റവും അപ്പുറത്ത് കുന്താപുരം കഴിഞ്ഞ് ഈ അങ്കോള ഹുബ്ലി വരി. അല്ല വസന്ത്, ഈ താങ്കൾ പറഞ്ഞു താങ്കളുടെ വൈകാരിക താങ്കൾ അറിയുന്നു, താങ്കളുടെ വസന്ത് സ്റ്റാലിൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. വസന്ത് ആദ്യം പറഞ്ഞല്ലോ തുടക്കം മുതൽ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത്. തുടക്കം മുതൽ കേരളത്തിലെ ചാനലുകൾ 24 മണിക്കൂറും ലൈവ് സംപ്രേഷണമാണ്. അതായത് തുടക്കം മുതൽ കേരളത്തിലെ ചാനലുകൾ 24 മണിക്കൂർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു JCBയും ഒരു ടോറസ് ലോറിയും, പിന്നീട് വാർത്തകൾ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും കൂടുതൽ വാഹനങ്ങൾ വരുന്നു. എവിടെയാണ് വസന്ത് മറുപടി പറയട്ടെ. സ്റ്റാലിൻ വസന്ത് സിറിയക്ക് മറുപടി പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയോ? സ്റ്റാലിൻ വസന്ത് സിറിയക്ക് മറുപടി പറയട്ടെ. പറയൂ വസന്ത്.
അല്ല ഞാൻ ശ്രീ സിജു ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ എന്താണ് ലോറി ഉടമകളുടെ പ്രതിനിധി, അയാൾ ഇടത് പ്രതിനിധിന്നോ ഇടത് സഹയാത്രികനോ ഇടത് ലോറി ഡ്രൈവറിന് വെച്ചിട്ട് രാഷ്ട്രീയം പറയാൻ പറ. അതായത് ഈ ചർച്ചയിൽ സംസാരിച്ച സഹാബ് VPP പോലും പറയാത്ത രീതിയിൽ മനസ്സിലാക്കേണ്ടതേ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമെന്ന് അറിയോ, നിങ്ങൾ ചോദിക്കണോ എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളൊരു പരാജയമാണ്. കർണാടകയിലെ കോൺഗ്രസ് പരാജയമാണ് ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന ആളോടാണ് വയനാട് അല്ല സ്റ്റാലിന് പകരം ഞാൻ സ്റ്റാലിൻ പറഞ്ഞതേ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. സ്റ്റാലിൻ ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം വസന്ത്. അതായത് സ്റ്റാലിൻ പറഞ്ഞ കാര്യം അതാണ്, അദ്ദേഹത്തിന് കർണാടകം അറിയാം, ലോറി ഉടമയാണ്, അതുവഴി ലോറി ഓടിക്കുന്ന ആളാണ്. ആദ്യത്തെ തന്നെ ഒരു പരാജയത്തെ കുറിച്ച് പറഞ്ഞു, അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്ന സ്ഥലമായിരുന്നു, അതുവഴി ദേശീയപാത വന്നു നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാട്ട ഒരു പ്രധാന പ്രശ്നമുണ്ട് ശ്രീ വസന്ത്. ആദ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ട പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു ലോറി ആയിരുന്നു, ഒറ്റ ലോറിയിൽ ഒരു JCB കൊണ്ട് എങ്ങനെയായിരുന്നു അതാണ് സ്റ്റാലിൻ പറഞ്ഞത് വസന്ത്. അങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ലേ? അപ്പൊ ദുരന്ത മുഖത്ത് കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും പോകത്തില്ല. ഇവിടെ വിളിച്ചന്വേഷിച്ച KC വേണുഗോപാലിനും VD സതീശൻ അടക്കമുള്ളവർക്ക് പഴി അല്ലേ? ശ്രീ വസന്ത്, ആ കോർഡിനേഷൻ പൊളിഞ്ഞതായിരുന്നു നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലെ ചാനലുകൾ 24 മണിക്കൂർ സംപ്രേഷണം ചെയ്തതല്ലേ? അല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് പറയാം. അദ്ദേഹം ചോദിച്ചത് വസന്ത് ഈ പറയുന്ന ഒന്ന് കേൾക്കും. അതായത് നിലവിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന വസന്ത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ 24 മണിക്കൂർ സംപ്രേഷണമായിരുന്നു. എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായ കോർഡിനേഷൻ അല്ല ബോധ്യപ്പെട്ട കാര്യം പറയാം. അവിടെ പറയാം വയനാട് തെരഞ്ഞെടുപ്പിന്റെ കാര്യം സഹോദരൻ തന്നെയാണ് അവിടെ ഇതിന്റെ അടിയുള്ളത്. സ്റ്റാലിൻ വസന്ത് CVP മുസ്തഫ താങ്കൾ പറയൂ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അമർഷമായിരുന്നു. ഇന്ന് വല്ലാത്ത സങ്കടത്തിന്റെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കേണ്ടി വരികയാണ്. അങ്ങേയറ്റത്തെ സങ്കടത്തിന്റെ അവസ്ഥയിൽ നിൽക്കേണ്ടി വരികയാണ്. പരിതാപകരമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാ ഇത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വിവിധ വിഷയങ്ങൾ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊന്നും. എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾക്ക് കവളപ്പാറയിലെയോ അല്ലെങ്കിൽ പുത്തുമലയിലെയോ ഏതെങ്കിലും ദുരന്തം വന്നപ്പോ നമ്മുടെ ഇടപെടലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം പരാതി ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉന്നയിച്ചിരുന്നു? ഇപ്പോഴും കണ്ടുകിട്ടാത്തവരുടെ ബന്ധുക്കൾ പോലും ഇന്നേ വരെയായിട്ട് അവരുടെ ബന്ധുക്കളെ കണ്ടുകിട്ടാത്തതിന്റെ പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? അവർക്കെല്ലാം ബോധ്യമുണ്ട് എങ്ങനെയാണ് ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രമല്ല നാടാകെ ആ ദുരന്തമുഖത്ത് ഇടപെട്ടത്, എങ്ങനെയാണ് നമ്മളെല്ലാം ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവമാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ നോക്കി, ഈ സംഭവം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ആ ദുരന്തമുഖത്തേക്ക് ഇത് മനസ്സിലാക്കി ഇടപെടാൻ തയ്യാറാകുന്നത്? ഇന്ന് ഒരു ദൃശ്യം കൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതെന്താ? ഒരു വലിയ ടാങ്കർ ലോറി നിറയെ ഇന്ധനം നിറച്ചിട്ടുള്ള, ഫുള്ളായിട്ട് ഇന്ധനം നിറച്ചിട്ടുള്ള ഒരു ടാങ്കർ ലോറിയെ ഇതേ ഗംഗാവലി പുഴയിൽ നിന്ന് വലിച്ചു കയറ്റി കരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എപ്പോഴാ? 17-ാം തീയതിയാണ്. 16-ാം തീയതിയാണ്. 16-ാം തീയതി വെള്ളിയാഴ്ചയാണ് അർജുന്റെ കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വിഷയങ്ങളും പുറത്തു വരുന്നത്. അത് വന്നതിന്റെ പിറ്റേ ദിവസം ഇന്നിപ്പോ രക്ഷാപ്രവർത്തനം നടത്തി ഈ അർജുനെ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഗംഗാവലി പുഴയിൽ നിന്ന് ഈ സംഭവം നടന്നതിന്റെ 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇവിടെ നിന്ന് ഇതേ ദുരന്തമുഖത്ത് നിന്ന് ഒഴുകിപ്പോയ ഒരു ടാങ്കർ ലോറി, നിറയെ ഇന്ധനമുള്ള ടാങ്കർ ലോറി വലിച്ചു കയറ്റി കൊണ്ടുവന്നു. ആ ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം അവിടെ നിന്നും കുറെ കൂടി ദൂരെ കണ്ടെത്തി. അതേ ദിവസം 17-ാം തീയതി കണ്ടെത്തി. അർജുനെ കാണാതായ, അദ്ദേഹത്തിന്റെ ലോറി കാണാതായ അതേ സ്ഥലത്ത് വെച്ചാണ് ഈ ടാങ്കറും അതിന്റെ ഡ്രൈവറും ഒഴുകിപ്പോയത്. ആരാ അവരെ രക്ഷിച്ചത്? ആരാ ആ ബോഡി കണ്ടെത്തിയത്? ആരാണ് ആ ടാങ്കർ കരക്കെടുത്തത്? കർണാടകത്തിലെ ദുരന്ത നിവാരണ സേനയല്ല, കർണാടക പോലീസല്ല, സൈന്യമല്ല. അത് ചെയ്തത് HP കമ്പനി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി, അവരുടേതായ ടാങ്കർ. അവര് ഗോവയിൽ നിന്ന്, മുംബൈയിൽ നിന്ന്
അവരുടെ ജീവനക്കാരെയും സംവിധാനങ്ങളെയും കൊണ്ടുവന്നിട്ടാണ് അത് കയറ്റിയത്. 17-ാം തീയതി തന്നെ അത് നടന്നു. അർജുനെ കാണാതായ ലോറിയും അതുപോലെ അർജുനെയും കാണാതായത് 16-ന് വാർത്ത വന്നിട്ട് ഇതുപോലെ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ 17-ാം തീയതി അവിടെ ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹവും ആ ടാങ്കർ ലോറി തന്നെയും വലിയ പുഴയുടെ 500 മീറ്റർ വീതിയുള്ള പുഴയാ കുറ്റി. ഇന്ന് വളരെ ശാന്തമാണ് പുഴ, നമ്മളെല്ലാം ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നല്ലോ. ഇന്ന് വളരെ ശാന്തമാണ് ഗംഗാവലിപ്പുഴ. പക്ഷെ 17-ാം തീയതി വലിയ നിലയിൽ രൗദ്രഭാവത്തിലുണ്ടായിരുന്ന പുഴയാണ്. അതിൽ നിന്നാണ് വലിച്ചു കയറ്റി കൊണ്ടുവന്നത്. അതിന്റെ ഡ്രൈവറുടെ മൃതദേഹമാണെങ്കിൽ അതെങ്കിലും അന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ 16-നും 17-നും തന്നെ കർണാടക സർക്കാരും അതിന്റെ സംവിധാനങ്ങളും അവിടുത്തെ ദുരന്ത നിവാരണ സേനയും വസന്ത് സുരേഖിനെ മറ്റൊരു കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വസന്ത്, അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായത് 3-ാം ദിവസം അവിടുത്തെ കാർവാർ MLA സതീഷ് സിംഗ് സെയിൽ വന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തില് ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ MLA ആണ് പറയുന്നത്. അവിടുത്തെ ഭരണ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള MLA പറയുകയാണ്. എന്നിട്ടും താങ്കൾ ഇവിടുന്ന് ന്യായീകരിക്കുകയാണ് തുടക്കം മുതൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മന്ത്രിസഭയിലുള്ള ചങ്ങായിയായിട്ടുള്ള ജനതാദളിന്റെ നേതാവ് കുമാരസ്വാമിയാണ് പറഞ്ഞത് സൈന്യത്തെ വിളിക്കണ്ടെന്ന്. അപ്പൊ അതോ എന്റെ മന്ത്രിസഭയിലാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണല്ലോ. അവിടെ കർണാടകയിൽ നിങ്ങൾ ഒരുമിച്ചാണല്ലോ മത്സരിച്ചത്. കുമാരസ്വാമിയാണ് പറഞ്ഞത് സൈന്യത്തെ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല, സൈന്യം ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ കുമാരസ്വാമിയല്ലേ. അപ്പൊ അതിനെപ്പറ്റി വിമർശനമില്ല. അപ്പൊ സ്വാഭാവികമായും അവിടെ പ്രാഥമിക ഘട്ടങ്ങളിൽ ഒക്കെ ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് പരിഹരിക്കപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ രാഷ്ട്രീയം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ട മാന്യത. അത് കാണിച്ചു തന്നെ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് കർണാടക ടാസ്ക് ഫോഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി അവർ ആദ്യം തന്നെ കണ്ടുപിടിച്ചിരുന്നത്, അവർ ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നത് പുഴയിലാണ് അന്വേഷണം നടത്തേണ്ടത്. 2-ാമത്തെ ദിവസം തന്നെ നേവിയുടെ ടീം പുഴയിൽ അന്വേഷണം തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അവിടെ PWD മിനിസ്റ്ററിനെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തി. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുള്ളത് അത് ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം വളരെ കൃത്യമായി കർണാടകയിലെ മുഖ്യമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് മലയാളിയുടെ ആവശ്യമാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വിഷമം, മലയാളിയുടെ വിഷമം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിന്റെ അനുചിതമായി, അതിന്റെ പ്രതിഫലനമായി ശ്രീ KC വേണുഗോപാലിനോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇതിൽ ഉണ്ടാവില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. അത് അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് പറയേണ്ടത് വയനാട് ഇലക്ഷനും വയനാടിന്റെ അപ്പുറത്തെ പഞ്ചായത്തിലെ ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും ഒക്കെ ആണെങ്കിൽ പറയുക, അത് കേട്ടിരിക്കാം. പക്ഷേ പൊതുജനം, നിഷ്പക്ഷരായ ജനം ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം താങ്കൾ പറഞ്ഞു ഇത് മലയാളികളുടെ പ്രശ്നമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. മലയാളി മാത്രമായിരുന്നില്ല അവിടെ കേരളം ആവശ്യപ്പെട്ടത്. കേരളത്തിൽ നിന്ന് പോയവർ പറഞ്ഞ കാര്യമുണ്ട്, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മറ്റു ചില ജീവനുകൾ കൂടിയുണ്ട്. 4 പേരുണ്ടെന്നുള്ളതാണ് ഇന്ന് വരുന്ന പുതിയ കണക്കുകൾ. അതൊരിക്കലും അവിടുത്തെ സർക്കാർ പറഞ്ഞ കണക്കൊന്നുമല്ല. അവിടെ പോയ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവരോട് എങ്ങനെയോ കിട്ടിയ വിവരങ്ങളാണ്. കൃത്യമായൊരു വിവരം നൽകാൻ പോലും കഴിയുന്നല്ലോ. അവിടെ മലയാളി എന്നോ കന്നഡക്കാരനൊന്നുമില്ല, മണ്ണിനടിയിൽ കിടക്കുന്നത് മനുഷ്യനാണ്, മനുഷ്യജീവനാണ്. എത്ര മനുഷ്യരുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. അവിടെ KC വേണുഗോപാലിനോട് മലയാളിയുടെ പ്രശ്നം എന്ന് പറയുന്നതല്ല കാര്യം. നിങ്ങളെടുത്ത നിലപാടുകളെല്ലാം മനുഷ്യത്വവിരുദ്ധമായ നിലപാടാണ് എടുത്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് വീഴ്ച പറ്റിയെന്നുള്ള താങ്കളുടെ MLAക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്തത്. വസന്ത് തിജു, അങ്ങോട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങിപ്പോ കോട്ട് ചെയ്ത ആളുണ്ടല്ലോ, ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല എന്നോർത്താണ്. പക്ഷെ അങ്ങ് ഇങ്ങനെ നിരന്തരമായി അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ രഞ്ജിത്ത് ഇസ്രായേലി, അദ്ദേഹത്തിന്റെ ബൈറ്റ് കൈരളിയിലും കാണും. ഏറ്റവും ആദ്യത്തെ 2 ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ എത്തപ്പെടുന്നതിന് ശേഷം 2 ദിവസങ്ങളിൽ ഇപ്പൊ ഈ ചർച്ചയിൽ ഇരുന്ന് വീർവാദം അടിച്ചുകൊണ്ടിരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ വേറെ ഏതൊരു പ്രതിനിധിയാണല്ലോ, അയാൾ പറയുന്നത് പോലെ ഇതേ രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ പുഴയുടെ തീരത്ത് യാതൊരുവിധ അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്നാണ്. ആ ബൈറ്റ് കൈരളിയുടെ കയ്യിലുണ്ട്, നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഒരു സമയം തന്നാണ് ഞാൻ എടുത്ത് കാണിക്കാം. അവിടെ പുഴയുടെ തീരത്ത് യാതൊരുവിധ അന്വേഷണവും ആവശ്യമില്ല. അങ്ങനെ അന്വേഷിച്ച് പുഴയിലും അതിന്റെ തീരത്തും തപ്പുന്നത് സമയം നഷ്ടമാക്കലാണ് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. പക്ഷെ ഒടുക്കം ഇപ്പോൾ അന്വേഷണം എത്തപ്പെടേണ്ടത് പുഴയിലേക്ക് തന്നെയാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെ വാവിട്ട്
വിട്ടത് കോടാലിയായി വിളിച്ചു പറയുന്നവരൊക്കെ അല്ല, രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞതല്ല ആപ്തവാക്യമാക്കി എടുത്തത്. രഞ്ജിത്ത് ഇസ്രായേലി പോലുള്ള ആൾക്കാർ വരെ അവിടെ ഇടവരുന്നു. ആദ്യം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ട വസന്ത്, നിങ്ങൾ ആദ്യം അവിടെ കാണിച്ച റഡാർ സംവിധാനം, സൂരത്കൽ IIT എന്നുള്ള വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു റഡാർ 2.5 അടി താഴ്ചയിൽ മാത്രം പരിശോധിക്കാൻ കഴിയുന്ന റഡാറുമായി വന്നു. അങ്ങനെയാണോ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? എങ്ങനെ ഇവിടെ നിന്ന് ആൾക്കാർക്ക് അവിടെ ചെന്ന് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പോകാം എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്? എങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ള ചോദ്യമാണ് VP മുസ്തഫ. ആദ്യം ഈ പറഞ്ഞ വിഷയങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത് രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട് അത് പാളിച്ച പറ്റി എന്നുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വസന്ത് പറഞ്ഞു വെക്കുന്നത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, രഞ്ജിത്ത് ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ നിങ്ങളുടെ പ്രോട്ടോകോൾ, നിങ്ങളുടെ പ്രവർത്തന രീതി ശരിയായിരുന്നോ? കുറച്ച് മനുഷ്യ ജീവനുകൾ അകത്ത് കിടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തോ? ആ ചോദ്യം തന്നെയല്ലേ പ്രസക്തം. VP മുസ്തഫ, തീർച്ചയായിട്ടും നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ലേ, എങ്ങനെയാണ് ഒരു ദുരന്തമുഖം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വലിയ വീഴ്ച വന്നത്. ഇപ്പോ ഞാൻ ഈ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് വസന്തയെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ താങ്കൾ അവകാശപ്പെടുമ്പോൾ നമുക്കത് അതിന്റെ പോരായ്മ പറയാതിരിക്കാൻ വേണ്ടി കഴിയുമോ? കാരണം അവിടുത്തെ ഭരണകക്ഷിയും അവിടുത്തെ ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണയന്ത്രത്തിന്റെ ചുമതലക്കാരും ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളല്ലേ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവിധാനങ്ങളും എല്ലാം. അതുകൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നത്. കക്ഷി രാഷ്ട്രീയ വിമർശനമായിട്ടല്ല. നിങ്ങളെ ഒരു ഭരണ സംവിധാനത്തിന്റെ പരാജയം എന്തുമാത്രം ലാഘവത്വത്തോടു കൂടിയാണ് നിങ്ങൾ ഇതിനെ കണ്ടത് എന്നുള്ളതാണ്. അതിന് കാരണം ഇതൊരു അന്യസംസ്ഥാനക്കാരനായി പോയി എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കോഴിക്കോട്ട് മാൻഹോളിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി വീണപ്പോ രക്ഷിക്കാൻ ചാടിയത് നമ്മുടെ നാട്ടുകാരനാണ്. അവിടുത്തെ മലയാളിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവർക്ക് ആ കുടുംബത്തെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടാകുന്നത് ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നാം ഭാരതീയ പോലെ രാജ്യത്തെ സഹോദരി സഹോദരന്മാർ അങ്ങനെയല്ലല്ലോ ദൗർഭാഗ്യവശാൽ കണ്ടത്. ഈ മാധ്യമ സമ്മർദ്ദങ്ങളെല്ലാം വന്നപ്പോഴല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പേരിന് വന്നത്. അത് ഞങ്ങളെല്ലാം വിമർശിക്കുന്നത് കേട്ടോ. അവിടെ ഈ ഇപ്പോ ഷിജു സൂചിപ്പിച്ചല്ലോ, മറ്റു ചിലരെയും കാണുന്നില്ല. ആ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളും മറ്റുമായ 3-4 പേരെ കാണുന്നില്ല. അവരുടെ ബന്ധുക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി വന്നതും പോയതും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളെ ഈ നാട്ടുകാരായ കന്നഡക്കാരായ ഈ ചിരൂടിക്കാരായ ഞങ്ങളെ അദ്ദേഹം ഒന്നും കണ്ടില്ല. ഞങ്ങളുടെ പുരുഷന്മാരെയല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ ഇൻചാർജുള്ള റവന്യൂ മന്ത്രി അല്ലെങ്കിൽ PWD മന്ത്രി, ഇന്നല്ലേ ഏറ്റവും ക്രൂഷ്യൽ ഡേ ഉണ്ടായത്. സൈന്യം ഇറങ്ങുന്നു, ദുരന്ത നിവാരണ സേന ഇറങ്ങുന്നു, മറ്റ് രക്ഷാപ്രവർത്തകർ, കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇറങ്ങുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നു. ഇന്ന് ആ മിനിസ്റ്റർ അവിടെ ഉണ്ടോ? ഒരാളുണ്ടായിട്ടുണ്ട്. ഉള്ള കാര്യം പറയണമല്ലോ. കാർവാർ MLA ഉണ്ടായിട്ടുണ്ട്. കാർവാർ MLA ഇന്ന് അവിടെ MK രാഘവൻ അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റാരും അവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ലെന്നേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇപ്പോ വസന്ത് വാദിക്കുന്നത് ആദ്യം NDRF ഒക്കെ പറഞ്ഞതുപോലെ ഇനി പുഴയിലേക്കല്ലേ അല്ലെങ്കിൽ പുഴയുടെ കരയിലേക്കല്ലേ പോകാൻ പോകുന്നത്. ഈ മറ്റേ രഞ്ജിത്ത് ഇസ്രായേലി മറ്റു ആളുകളുടെ എല്ലാം വാദം പൊളിഞ്ഞില്ലേ? പക്ഷെ അവിടെ എന്താ ഇപ്പൊ പ്രശ്നം? നിങ്ങൾ ഈ റോഡിൽ നിന്ന് നീക്കിയ മണ്ണെടുത്തിട്ട് എവിടെയാ ഇട്ടത്? ഇനി എവിടെയാണോ കുഴിക്കേണ്ടത് ആ നദിയുടെ തീരത്താ. കാരണം ഈ റോഡിന്റെ മറുകരയിൽ ചില ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നല്ലോ. മലയാളികളായ ചില ട്രക്ക് ഡ്രൈവർമാർ തന്നെ ഉണ്ടായിരുന്നു. താങ്കളിപ്പോ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ള മറ്റൊരു ട്രക്ക് ഡ്രൈവർ അദ്ദേഹം എന്തോ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. പക്ഷെ അതൊന്നും അല്ലാത്തൊരു ട്രക്ക് ഡ്രൈവർ അഭിലാഷ് ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ചായ കുടിച്ചിട്ട് ഈ പറഞ്ഞ അവിടെ നിന്ന് ഇപ്പോ കാണാതായ തീരെ ഇല്ലാതായ ഒരു ചായക്കട, അവരുടെ 7 ആളുകളുടെ മൃതദേഹം പിറ്റേ ദിവസം കിട്ടി. അവര് പറയുകയാണ് ഞങ്ങൾ ചായ കുടിച്ച് കയറുമ്പോ റോഡിന്റെ മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ നദിയിലേക്ക് ഈ കല്ലും മണ്ണും എല്ലാം ഒഴുകിപ്പോയ സ്ഥലത്ത് അവിടെ ഒരു മരവും കൂടി ഉണ്ടായിരുന്നത്രേ. അവിടെ തന്റെ ട്രക്കിൽ ഈ അർജുൻ ഉറങ്ങുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദുരന്ത സ്ഥലത്ത് വന്നിട്ട് NDRFും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന്റെ ആദ്യത്തെ പോസിബിലിറ്റി നോക്കിയിട്ട് എവിടെയാണ് തപ്പേണ്ടിയിരുന്നത്? അത് ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരുടെ വാക്ക് കേട്ടിട്ട് മാറ്റിയെടുത്തതാണ് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാവുന്നത്? നിങ്ങൾക്കൊരു കോർഡിനേഷനും അതിന് കൃത്യമായിട്ട് ചാർജുള്ള ചുമതലയുള്ള ആളുകളും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർ പല അഭിപ്രായം പറയും, ആൾക്കൂട്ടം പല അഭിപ്രായം പറയും. പക്ഷെ അവിടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസേഷനോട് കൂടിയിട്ട് കൃത്യമായി നിലപാടെടുക്കേണ്ടത് അധികൃതരല്ലേ? അവിടെയല്ലേ ലീഡർഷിപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും ഒരു 2 മാധ്യമക്കാരെ ചൂണ്ടിക്കാണിക്കുമ്പോ
അല്ലെങ്കിൽ വേറൊരാള് പുറത്തുനിന്ന് പറയുമ്പോ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ മാറുമായിരുന്നുവോ? അപ്പൊ കൃത്യമായ ദിശാബോധത്തോടെ ശരിയായി ലക്ഷ്യമിട്ട് അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്താനുണ്ടായില്ല. അതിന്റെ വേവലാതിയാണ് ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് ഇപ്പൊ പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, പിന്നെ ഈ പ്രായം വരെ സ്വന്തം മകനെ വളർത്തിയെടുത്ത അമ്മ പറയുകയാണ്, എന്റെ പ്രതീക്ഷ അറ്റുപോയിരിക്കുകയാണ്. നമ്മുടെ സൈന്യത്തിലും നമ്മുടെ ഗവൺമെന്റിലും നമ്മുടെ അധികാര സംവിധാനങ്ങളിലുമെല്ലാം വിശ്വാസമുണ്ടായിരുന്ന അമ്മ പറയുകയാണ്, എന്റെ പ്രതീക്ഷ അറ്റുപോയിരിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പെറ്റമ്മയെ എത്തിച്ചത് ആരാണ്? അതാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ കക്ഷി രാഷ്ട്രീയ വിമർശനമല്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന്റെ വിഷയമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം യഥാസമയം ഞാൻ അനുഭവം ചൂണ്ടിക്കാണിച്ചല്ലോ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിക്ക് അവരുടെ ഉദ്യോഗസ്ഥരെയും അവരുടെ രക്ഷാപ്രവർത്തകരെയും കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അവരുടെ ടാങ്കറിന്റെ ഡ്രൈവറുടെ മൃതദേഹമെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നല്ലോ. രണ്ടാമത്തെ ദിവസം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവല്ലോ. അവിടെ ഉണ്ടായിരുന്ന മറ്റേഴ് പേരുടെ ബോഡികൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതേ ദിശയിൽ പോയിട്ട് ഇതിനെ നയിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഷിജോ ഒരു കാര്യം കൂടി, ഷിജോ ഒരു കാര്യം കൂടി. ശ്രീ എം കെ രാഘവന്റെ തന്നെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു? ശ്രീ എം കെ രാഘവന്റെ ഇപ്പോ വസന്ത് വേറെ ചില രഞ്ജിത്തിന്റെ ഒക്കെ ആദ്യത്തെ അഭിപ്രായം റീമെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നു പറഞ്ഞില്ലേ? ശ്രീ എം കെ രാഘവന്റെ ആദ്യത്തെ ദിവസത്തെ അഭിപ്രായം എന്തായിരുന്നു? ഇത് ദേശീയ പാതയിലാണ് അപകടം നടന്നിട്ടുള്ളത്, അതിൽ അവിടുത്തെ കർണാടക ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല. ആ ബൈറ്റ് ഞാൻ ഇപ്പൊ കേൾപ്പിക്കണോ വസന്തേ? അദ്ദേഹം കോഴിക്കോട് ഇരുന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആ വർത്തമാനം ഞാൻ ഇപ്പൊ കേൾപ്പിക്കണോ? എം കെ രാഘവൻ പറഞ്ഞത് അങ്ങനെയാ. രഞ്ജിത്ത് മാത്രമല്ല പറഞ്ഞത് റോഡിലാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ മാധ്യമപ്രവർത്തകർ മാത്രമാണ് അല്ല പറഞ്ഞത് റോഡിലാണ് ഇതുള്ളത് എന്ന്. ശ്രീ എം കെ രാഘവൻ തന്നെ കോഴിക്കോട് ഇരുന്നിട്ട് ആദ്യം പറഞ്ഞത് ദേശീയപാതയിലാണ് ദുരന്തം, അവിടെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാനില്ല, ദേശീയപാത അതോറിറ്റിയാണ് ചെയ്യേണ്ടതെന്ന. അത് ആദ്യം തന്നെ എം കെ രാഘവൻ കൃത്യമായ ജാമ്യം എടുക്കുകയും ചെയ്തു. സ്റ്റാലിൻ, ഈ ഒരുപക്ഷെ ഈ പറഞ്ഞത് കേട്ടതിന് ശേഷം ഇപ്പോൾ നിലവിൽ താങ്കൾക്കറിയാം, താങ്കൾ നേരത്തെ ഈ വിഷയത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തുകയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയൊക്കെ ചെയ്തതാണ്, വസന്തിനെ ദേഷ്യപ്പെടുത്തുകയും ചെയ്തത്. പക്ഷെ ഇവിടെ താങ്കൾ വന്നിരിക്കുന്ന ലോറി ഉടമ പ്രതിനിധിയാണെന്നുള്ളത് താങ്കളുടെ രോഷവും മനസ്സിലാകുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടി ഇതിനകത്ത് പറയുകയാണ്. കാരണം സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ കേരളത്തിൽ ഇലയനങ്ങിയാൽ കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധി. ആ വിഷയം തന്നെ ആയിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോൾ ഈ താങ്കളുടെ ലോറി ഉടമകൾ, ലോറി ഡ്രൈവർമാർ അടക്കം നിരന്തരം ഈ പനവേൽ കന്യാകുമാരി പാതയിലൂടെ ഇത്തരത്തിൽ വരികയും ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഏതെങ്കിലും തരത്തിൽ പിന്നെ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രക്ഷാപ്രവർത്തനങ്ങൾ മൊത്തം അമ്പേ പാളിയതാണെന്നും മറ്റേതെങ്കിലും തരത്തിൽ മാറ്റേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാനത് പറയുന്നതിന് മുമ്പേ നമ്മളുടെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ ഏതോ ലോറി ഉടമ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏതോ ലോറി ഉടമയല്ല, ഞാൻ ഈ കേരളത്തിലെ ചരക്ക് വാഹനങ്ങളുടെ ഉടമകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള മോട്ടോർ തൊഴിൽ ക്ഷേമനിധി ബോർഡിൽ ഒരു അംഗമായിട്ടിരിക്കുന്ന ആളാണ്. ഇനി അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങളുടെ കയ്യിൽ പ്ലാൻ എയും ബി ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഈ അതീവ ഗൗരവമായിട്ടുള്ള പ്രാധാന്യമുള്ള ഈ ദേശീയപാത അടഞ്ഞു കിടന്നിട്ട് 8 ദിവസമായി. ഇന്ന് അതിലെ പോകുന്ന വാഹനങ്ങൾ ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കർണാടകയിൽ നിന്ന് ഈ പറയുന്ന പാതയിലൂടെ പോയിക്കൊണ്ടിരുന്ന ബോംബെ, ഗുജറാത്ത്, ഡൽഹി വാഹനങ്ങൾ ഏത് വഴിക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വസന്തകുമാറിനെ അത് അറിയോ? ഏറ്റവും അപകടം പിടിച്ച കുംട്ട കഴിഞ്ഞ് സിർസി വഴിക്കും യാനം വഴിക്കും ചെറിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട വഴിയിലൂടെ അതായത് 50-60 ടണ്ണുള്ള വണ്ടികളാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് എന്ത് പ്ലാൻ ആയും ബി ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ കുംട്ട കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് യാനം വഴിക്കും സിർസി വഴിക്കും ഏറ്റവും അപകടകരമായിട്ടുള്ള വഴിയിലൂടെ ഈ വണ്ടിക്കാരെ കടത്തിവിട്ടിട്ട് ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടായാൽ ഈ കർണാടക ഗവൺമെന്റ് എന്ത് ചെയ്യും? നിങ്ങൾ പറയും, നിങ്ങളുടെ പ്ലാനും എയും ബി ഒക്കെ പറയും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത്ര കാലം കേരളത്തിലെ ലോറി ഉടമകൾക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയം ഇല്ലായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ അതൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലൊക്കെ ഉണ്ട്. ലോറിക്കാരൊരു വിഷയം വന്നാൽ അവിടെ കൃത്യമായിട്ട് സർക്കാരുകൾ ഇടപെടും. ഇനി കേരളത്തിലെ ലോറിക്കാരുടെ ഉടമകളുടെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലും കൃത്യമായ രാഷ്ട്രീയം വരും വസന്തേ. കാരണം ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത്
ഈ കേരളത്തിലെ ഒരു മനുഷ്യൻ, ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴേ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതുപോലെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് എനിക്ക് വസന്ത് വളരെ വളരെ കൃത്യമായി വളരെ വികാരത്തോടു കൂടി തന്നെയാണ് സ്റ്റാലിൻ പറയുകയും ചെയ്തത്. വളരെ കൃത്യമായി ഇടപെടുമെന്ന ഒരു പ്രതീക്ഷ താങ്കളുടെ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ അത് കൃത്യമല്ലേ പറഞ്ഞത്? അത് സ്റ്റാലിൻ പറഞ്ഞത് ശരിയല്ലേ? യാതൊരു വിഷമവും ഇല്ലേ? സ്റ്റാലിൻ പറഞ്ഞത് ശരിയല്ലേ വസന്തേ? രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ എത്താത്തതിൽ വിഷമമില്ലേ? മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ എത്താത്തതിൽ വിഷമമില്ലേ? കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയെങ്കിലും അവിടെ എത്താത്തതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിനെ ചവിട്ടണം. കോൺഗ്രസിനിട്ട്, അതായത് ഉണ്ടിന്റെ കൂടെ ഒരു തള്ളും കൂടെ കിട്ടണം. നെയ്യപ്പം തിന്നുമ്പോ രണ്ട് കാര്യമുണ്ടല്ലോ, ആ കൂടെ കോൺഗ്രസിനിട്ട് കൂടെ ഒരു അടി അടിക്കാം എന്ന് വെച്ചെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിന് കേരളത്തിലെ എല്ലാ ലോറി ഉടമകളുടെയും പ്രതിനിധിയാണ് ഞാനെന്നുള്ള വക്കാലത്ത് ഒസിയത്തൊന്നും നിങ്ങൾ എടുക്കണ്ട. കേരളത്തിലെ ലോറി ഉടമകൾ അവരുടെ രാഷ്ട്രീയം എടുത്തോളും. നിങ്ങൾ ഇവിടുത്തെ ദുരന്തബോധ രാഷ്ട്രീയം പറയുക. അല്ലാതെ അല്ല വസന്ത്, അവിടെ ചെന്നപ്പോഴേ ഈ സ്റ്റാലിൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ട്. മനാഫ് എന്ന് പറഞ്ഞ ലോറി ഉടമ, അദ്ദേഹത്തിന്റെ ലോറിയാണ് പോയത്, അദ്ദേഹത്തിന്റെ ജീവനക്കാരനാണ്. അവിടെ അദ്ദേഹത്തിന് 2 പ്രാവശ്യം അടിക്കുകയാണ് പോലീസ്. അങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന് വികാരം ഉണ്ടാകില്ല. 2 പ്രാവശ്യമാണ് മനാഫിനെ അടിച്ചത്. നിവാരണ സേന എത്തുന്നു, രാജ്യത്തിന്റെ സേന എത്തുന്നു. അവിടെ സ്വാഭാവികമായും വഴിയാ പോകുന്നവരെ എല്ലാ ഒറ്റ കാര്യം ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ഈ കോൺഗ്രസ് നേതാവ് ചർച്ചയിൽ അതിനുശേഷം താങ്കൾ മറുപടി പറയാം. സ്റ്റാലിനെ നിങ്ങളെല്ലാം കൂടെ, അതായത് സ്റ്റാലിനും കുറെ കോട്ട് ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം കൂടെ ഈ രഞ്ജിത്ത് ഇസ്രായേലിയെ രക്ഷാവിദഗ്ധൻ എന്നാക്കി വെച്ചു. എന്ത് ട്രെയിനിങ് ആയി രക്ഷാവിദഗ്ധന് കിട്ടിയിട്ടുള്ളത്? ഈ രക്ഷാവിദഗ്ധൻ ഇപ്പൊ മാറ്റി പറയാൻ തുടങ്ങി. അതായത് പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു അന്വേഷിക്കേണ്ടതെന്ന്. അതുപോലെയാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലി, ഈ പറയുന്ന സ്റ്റാലിൻ, ഇവരെ പോലെ കുറെ പേരൊക്കെ താങ്കളുടെ ഭാഷയിലുണ്ട്. പോലീസുകാർക്കുണ്ടായ ദേഷ്യമുണ്ടല്ലോ. രഞ്ജിത്ത് ഇസ്രായേലി ആരാണ് ഇവർ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഷോ കാണിക്കേണ്ടതില്ല. ഇവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പറയാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അങ്ങനെ പരാജയപ്പെട്ടെന്ന് ആരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടും. കർണാടകത്തിലെ പോലീസിന് ദേഷ്യം വരും, അവിടുത്തെ MLA-ക്ക് ദേഷ്യം വരും, വസന്തിനും ദേഷ്യം വരും. കക്ഷി രാഷ്ട്രീയം ദുരന്തമുഖത്ത് പറഞ്ഞാൽ അതിൽ ദേഷ്യം വരും. പച്ചയ്ക്ക് പറയല്ലേ? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാം. ആദ്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്റെ സഹോദരൻ കൃത്യമായിട്ട് കാണിക്കും. ലോറിക്കാരുടെ വികാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ലോറി ഉടമകളുടെ വികാരം ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറത്തേക്ക് കടന്ന് കക്ഷി രാഷ്ട്രീയം പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഇതിലും ഭേദം ഇടത് പ്രതിനിധി എന്ന് പറഞ്ഞ് ഒരാളെ വെച്ചാൽ മതി. എന്തിനാ രണ്ടുപേര്? അതല്ല വസന്ത്, ഇതിനകത്ത് എനിക്ക് അത് അദ്ദേഹത്തിന്റെ സ്റ്റാലിൻ ഇവിടെ ഇരിക്കുന്നത് ലോറി ഉടമകളുടെ പ്രതിനിധിയായിട്ടാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടി ഉൾപ്പെട്ട ഈ സംഘടനയുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മനാഫിനെ അടക്കം 2 പ്രാവശ്യം അടിച്ചു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് ദേശീയപാത തടസ്സപ്പെട്ടപ്പോൾ എങ്ങനെയാണ് വണ്ടി വിട്ടത്? അദ്ദേഹത്തിന് പറയാൻ കഴിയും. വസന്തിനേക്കാൾ കൃത്യമായി ആ ലോറി ഉടമയായ സ്റ്റാലിന് പറയാൻ കഴിയും. ഏതായാലും വലിയ വാഗ്വാദങ്ങളിൽ പോകുന്നതിനേക്കാൾ ശ്രീ മുസ്തഫ, ഇതിപ്പോൾ ഈ ചർച്ചയിൽ താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമുണ്ട്. വസന്ത് സിരിയക്ക് കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. വസന്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കർണാടക സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയം പറയരുതെന്നാണ് പറയുന്നത്. പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വലിയ പരാജയമായിരുന്നു. അത് തന്നെയല്ലേ CPP മുസ്തഫ? അതിന് ഈ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോറി ഉടമകൾ കക്ഷി രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ CPP മുസ്തഫ? നമ്മൾ പറയുന്ന വിഷയം അത് തന്നെയല്ലേ. ഇവിടെ ഭാഷയോ രാഷ്ട്രീയമോ ഒന്നുമല്ല നോക്കേണ്ടത്. പക്ഷെ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് സമീപ ദിവസങ്ങളിലെ മറ്റൊരു നിയമനിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. കർണാടകത്തിൽ ഇനി കന്നഡികർക്കേ ജോലി കൊടുക്കുള്ളൂ, ബാക്കി എല്ലാവരെയും പിരിച്ചുവിട്ടോണം. അങ്ങനെ ഒരു നിയമനിർമ്മാണം നിങ്ങൾ നോക്ക്. ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഭാഷ, മതം, ജാതി, സമുദായം ഇങ്ങനെയുള്ള വികാരങ്ങളെ അതിസങ്കുചിതമായ കോണിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥ സമീപകാലത്ത് ഉപയോഗിക്കുന്നത് BJP-യാണ്. അവരുടെ ഫാഷിസ്റ്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഹരിയാനയിലാണ് അങ്ങനെ ഒരു നിയമം ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി 2020 ശ്രമിച്ചത്. 2023 അത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി റദ്ദാക്കി. അതിന്റെ ചുവട് പിടിച്ചിട്ടല്ലേ
ഈ സ്നേഹത്തിന്റെ കട ഇതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? ആ സ്നേഹത്തിന്റെ കട തുറക്കേണ്ട രീതിയാണോ ഇങ്ങനെ ഒരു ഞങ്ങളുടെ നാട്ടിൽ ഇനി പിന്നെ കന്നഡിയർക്ക് സ്ഥാനമുള്ളൂ എന്ന് പറയുന്ന സിദ്ധാരാമയ്യയുടെ കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? ഈ മനോഭാവമാണ് കർണാടകത്തിലെ കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും നയിക്കുന്നത്, ആ ഗവൺമെന്റിന്റെ ആളുകളെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ പോയത് മലയാളിയല്ലേ എന്ന തോന്നലിലേക്ക് നയിക്കുകയും ആദ്യത്തെ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ രക്ഷാദൗത്യം ഏറ്റെടുക്കേണ്ട ദിവസങ്ങളിൽ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിട്ടിരിക്കുകയും കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ ജനപ്രതിനിധികളും മാധ്യമങ്ങളും എല്ലാം ഒരു സമ്മർദ്ദമായിട്ട് വന്നപ്പോൾ 3-ാം നാൾ തൊട്ട് ആദ്യം ഒരു പ്ലാനില്ലാതെ വന്നു. ഇന്നിപ്പോ വന്ന സൈന്യത്തെ കുറിച്ച് ഞങ്ങളെല്ലാം വസന്തേ പറയുന്നത്. നിങ്ങളുടെ കാർവാർ MLA ഇന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, വന്ന സൈന്യത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഉപകരണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായ NDRFന്റെ കയ്യിലോ അവിടുത്തെ റവന്യൂ വകുപ്പിന്റെ കയ്യിലോ ഇല്ല. വെറുതെ സാധാരണ വന്നിട്ട് മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെയാണ് സൈന്യം ഇന്ന് പിന്നെ ചെയ്തു പോയത്. ആകെ അവരുടെ കയ്യിലുണ്ടായത് ഒരു റഡാർ മാത്രമാണ്. നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണോ കേരളത്തിലുണ്ടായത്? നേരത്തെ ഇവിടെ ഹേമന്ത് എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കേരളത്തിലെ അനുഭവം, അവർക്ക് അവരുടെ കയ്യിൽ ഉപകരണങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും യഥാസമയത്ത് സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹം കവളപ്പാറയിലും പുത്തുമലയിലും എല്ലാം നടത്തിയ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ഒന്ന് സൈന്യത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, അവിടുത്തെ കർണാടകത്തിലെ ഗവൺമെന്റ് സംവിധാനത്തിനും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കോർഡിനേഷനും ഇല്ല, അതിന് ചുമതലയുള്ള ഒരാളില്ല. ഇതൊക്കെയല്ലേ കൊണ്ട് നടത്തുന്ന പ്രവർത്തനം തന്നെ എങ്ങനെയാ? രാവിലെ ഒരു 7-8 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 6-7 മണിക്ക് അവസാനിപ്പിക്കുക. ഒരു സർക്കാർ ഉദ്യോഗ പണി പോലെയല്ലേ ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നു? അങ്ങനെയെല്ലാമുള്ള ദയനീയമായ അവസ്ഥയിൽ നിൽക്കുമ്പോ ആ പറയുന്നതിനെ പാർട്ടി പൊളിറ്റിക്സ് ആയിട്ട്, കക്ഷി രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. നിങ്ങളെ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഒരു സമീപനത്തിന്റെ പ്രശ്നം അത് ഇതിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് ഈ വസന്ത്, ഇപ്പോൾ ഈ നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുകയും ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലും വലിയ തരത്തിലുള്ള വേറൊരു തരത്തിൽ അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ യാനം റോഡ് അടക്കം വലിയ തരത്തിലുള്ള ഹെവി ബ്ലോക്കിലാണ്, 1000-ലധികം വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്ലാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഏതായാലും ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ അന്ന് മുതൽ ഈ അർജുൻ്റെ സഹോദരി അടക്കം പറയുന്നൊരു കാര്യമുണ്ട്. 1, 2, 3, 4 ദിവസങ്ങളിലൊക്കെ ടെലിവിഷൻ മുമ്പിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ കർണാടക സർക്കാരിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കേരളത്തിലെ ഞങ്ങളുടെ ആൾക്കാരെ അങ്ങോട്ട് വിടൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ, എങ്ങനെ അവരെ കൊണ്ട് ഇത് പറയിക്കേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ലേ വസന്ത്? ശ്രീ സിജു, വൈകാരികമായ ഒരു നിമിഷത്തിലാണ് അവരുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളെ കീറി മുറിക്കാനോ ഒന്നും സാധ്യമല്ല, അത് ശരിയുമല്ല. നോക്കൂ, ഞാനിപ്പോ ശ്രീ സ്റ്റാലിനോട് പറഞ്ഞത്, അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും ഈ ദുരന്തമുഖത്തേക്ക് ഇതുവരെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പോയില്ല. കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പോയില്ല. കുവൈറ്റിലെ ദുരന്തമുഖം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വീണ ജോർജ് പോയില്ല. ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹത്തിന് ഇവിടെയുള്ള കോൺഗ്രസിന്റെ ജനപ്രതിനിധികളല്ലാത്ത നേതാക്കൾ പോലും പ്രതികരിച്ചില്ല. അവർ പ്രതികരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഹമ്മദ് റിയാസും ഗണേഷും ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി പോയതെന്നുള്ളത് ചാനലുകളിലെ വാർത്തകൾ കണ്ടവർക്ക് മനസ്സിലാകും. വസന്തേ, ആരിടപെട്ടു? എവിടെ ഇടപെട്ടു? ആദ്യത്തെ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 7 പേരുടെ മൃതദേഹം കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് കണ്ടെത്തുന്നത്, നിങ്ങളുടെ ഈ ഇടപെടൽ നടത്തി എന്ന് പറയുന്നത്. ഈ ഇടപെടൽ മതിയോ? അത് ഞാൻ തിരിച്ചു വെക്കട്ടെ, ഈ ഇടപെടൽ മതിയോ? ഇതിൽ തൃപ്തരാണോ സ്റ്റാലിൻ അടക്കമുള്ളവർ, രഞ്ജിത്ത് ഇസ്രയേലി അടക്കമുള്ള അഭിനവ രക്ഷാപ്രവർത്തകർ? മതിയോ? സർക്കാരിന്റെ ഒരു സംവിധാനം അവിടെ ചെല്ലണ്ടേ? സർക്കാരിനെ പ്രതിനിധിച്ച ഒരു മന്ത്രിയെങ്കിലും അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ അല്ല, അത് മറുപടി പറയേണ്ട ശ്രീ വി പി മുസഫ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു കേരള മുഖ്യമന്ത്രി അവിടെ ചെന്നിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിലെ മറ്റു മന്ത്രിമാർ ചെന്നിക്കേണ്ട കാര്യമുണ്ടോ? മറ്റൊരു സംസ്ഥാനമല്ലേ? വസന്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, താങ്കൾക്ക് മറുപടി പറയാം വളരെ ചുരുക്കി. തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതില് നമ്മുടെ നാട്ടുകാരായ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ടതുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ വീണ ജോർജിനെ അയക്കാൻ കുവൈത്തിലെ ദുരന്തമുണ്ടായപ്പോൾ ശ്രമിച്ചത്. പക്ഷെ ഇവിടെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ? കേന്ദ്ര ദുരന്ത നിവാരണ വകുപ്പിന്റെ 2005 നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരു ദുരന്തം ഉണ്ടായ സ്ഥലത്ത് എങ്ങനെയാണ് ആരൊക്കെ ചെല്ലണം, എങ്ങനെ ഇടപെടണം,
അവിടെ സർക്കാരും അധികൃതരും എങ്ങനെ പോകണം? അപ്പൊ മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വേറെ സംസ്ഥാനത്തെ ആളുകൾ പോകണമെന്നുള്ളതിന് വ്യവസ്ഥകളുണ്ട്. അത് പാലിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് നിങ്ങൾ അനുഭവം തന്നിട്ടില്ല. അതിലേക്ക് അങ്ങനെയുള്ള ആക്ഷേപങ്ങളിലേക്ക് പോകുന്നത്. അതിനെ അതിലംഘിച്ച് രഞ്ജിത്ത് ഇസ്രായേലിലേക്ക് പോവാം. താങ്കൾ വസന്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്തായാലും സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്നത് അവിടെ എത്തിയ അനേകം രക്ഷാപ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് രഞ്ജിത്ത് ഇസ്രായേലി. അദ്ദേഹത്തിന് വൈദഗ്ധ്യമുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നത്തെ ചുരുക്കി കാണരുത് വസന്ത്. ഒരു ദുരന്ത സ്ഥലത്ത് ഇടപെടേണ്ട രീതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈനുകളുണ്ട്. അങ്ങനെയുള്ളിടത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരുപാട് വളരെ ചുരുക്കി സമയപരിമിതിയുണ്ട്. വളരെ ചുരുക്കി ചർച്ച അവസാനിപ്പിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ തന്നെ എടുക്കുന്ന ഡബിൾ സ്റ്റാൻഡാണ്. നിങ്ങൾ തന്നെ ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത്. നോക്കൂ, കേരളത്തിൽ നിന്ന് പോയ മലയാളികളെ കേരള എന്ന് പറയുന്ന അതേ ന്യായം അതുകൊണ്ട് മുഖ്യമന്ത്രി രഞ്ജിത്ത് ഇസ്രായേലി പോകുന്നതിനെയും രഞ്ജിത്ത് ഇസ്രായേലിനെ കേരള സർക്കാർ പറഞ്ഞിട്ടൊന്നുമല്ല രഞ്ജിത്ത് ഇസ്രായേലി അങ്ങോട്ട് കേട്ടോ. അതാദ്യം മനസ്സിലായാലും സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഇപ്പോൾ കക്ഷി രാഷ്ട്രീയം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്നിരിക്കൽ പോലും എങ്ങനെയാണ് ഭരണകൂടങ്ങൾ ഒരു ദുരന്തമുഖത്ത് പെരുമാറേണ്ടതെന്ന് രാജ്യത്തെ ജനങ്ങൾ കണ്ട ഒരു സംഭവമാണ് ഈ 7ാം ദിനത്തിലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ഈ ചർച്ച നടക്കുന്ന വേളയിലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരളം ഒന്നാകെ 3.5 കോടി ജനങ്ങൾ പങ്കുചേരുകയുമാണ്. നാളെയും ഈ തെരച്ചിൽ പുനരാരംഭിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യുന്നത്. ഈ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത CVPP മുസ്തഫ, വസന്ത് സിറിയക്ക്, ഒപ്പം KJ സ്റ്റാലിൻ, ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ്.